ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പലപ്പോഴും പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് പോസിറ്റീവായിട്ടിരിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ എന്നൊക്കെ. പലരും എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ എനിക്കതിന് കഴിയാറില്ല. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം? ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അങ്ങനെയുള്ളവരും കമന്റ് ചെയ്യുക. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും പോസിറ്റീവായിട്ടിരിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടില്ല. പിന്നെയോ, നിങ്ങൾ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ നമുക്കൊന്ന് ശരിയാക്കി എടുത്താലോ? ഫ്രണ്ട്സ്, ഈ പോസിറ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് പോസിറ്റിവിറ്റി. അല്ലെങ്കിൽ കരച്ചിൽ തോന്നുന്നുണ്ട്, എന്തോ ഒരു വിഷമം വന്നു, കരയാൻ തോന്നുകയാണ്, പക്ഷേ കരയുന്നില്ല, കരച്ചിൽ അടക്കി പിടിക്കുക. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ ഇഗ്നോർ ചെയ്യുക. ഓ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ പ്രശ്നത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡെസ്പിറേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഐ ആം ഫൈൻ, ഐ ആം ഓക്കെ എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യുക. എങ്ങനെയാണെങ്കിലും എനിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കണം, അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ കരച്ചിൽ അടക്കി വെക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിരിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് ഇമോഷണൽ സപ്രഷൻ ആണ്. അതായത് നമുക്ക് ഉള്ള വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. നമ്മൾ ജനിച്ച സമയത്ത് തന്നെ നമ്മളിൽ വന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ അത് തലമുറകളായിട്ട് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ട്, സാഡ്നെസ്, അല്ലെ? സുഖം, ദുഃഖം. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം, എന്തെന്നില്ലാത്ത ദേഷ്യം ഉണ്ടാകുന്നു. എന്നാൽ അതിന് ഓപ്പോസിറ്റ് സമാധാനം, എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ കാണുന്നു. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള ഇതുമായിട്ടുള്ള ഇമോഷൻസ് എല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഈ ദേഷ്യം അടക്കി പിടിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ദുഃഖം അടക്കി പിടിക്കുവാൻ കഴിയുമോ? അല്ലെങ്കിൽ സുഖം, അമിതമായിട്ട് സന്തോഷിക്കരുത്, അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. അമിതമായിട്ട് സന്തോഷിക്കാതിരിക്കുക, അമിതമായിട്ട് ചിരിക്കാതിരിക്കുക, അല്ലെ? അങ്ങനെയൊക്കെ ഉള്ള വിശ്വാസങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിൽ അടക്കി പിടിക്കുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്ന ഇമോഷൻസ് പിന്നീട് അത് ഡബിൾ ആയിട്ട് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ ചില വലിയ തെറ്റുകളൊക്കെ കണ്ടിട്ട് ഒരാളൊന്നും മിണ്ടുന്നില്ല. എന്നാൽ ചെറിയൊരു കാര്യത്തിന് അയാൾ എന്തെന്നില്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കുക. കാരണം ഈ ഉള്ളിൽ അടക്കി പിടിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് പിന്നീട് ഒരിക്കലും അത് പുറത്തേക്ക് ചാടും. അതൊരു അഗ്നിപർവ്വതം. എങ്ങനെയാണ് അത് കത്തി പടരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അത് പുകയുന്നത് പോലെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അടക്കി പിടിക്കുന്ന ഇമോഷൻസ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻപിലുള്ള റിയാലിറ്റിയെ നിഷേധിക്കുന്നതല്ല. നമ്മുടെ മുൻപിലുള്ള റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടുന്നുള്ള ആക്ഷൻസ് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വന്നു, കരയാൻ തോന്നുകയാണെങ്കിൽ നമ്മളങ്ങ് കരയുക. അല്ലെങ്കിൽ സന്തോഷമാണ് തോന്നുന്നത്, അതിനെ അടക്കി പിടിക്കേണ്ട ആവശ്യമില്ല, സന്തോഷിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരാജയം വന്നപ്പോൾ ഉടനെ അങ്ങ് ഡെസ്പാവുക, അല്ലെ? നിരാശ തോന്നുക. ആ നിരാശ ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ ഈ കരച്ചിലാകട്ടെ, അല്ലെങ്കിൽ ദുഃഖമാകട്ടെ, അല്ലെങ്കിൽ നിരാശയാകട്ടെ, അത് പിന്നെ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക. അതായത് നാളെ ചോദിച്ചാലും ഇതേ വിഷമം, അടുത്ത ആഴ്ച ചോദിച്ചാലും ഇതേ വിഷമം അതുപോലെ തന്നെ നിൽക്കുകയാണ്, അടുത്ത മാസവും അതേ വിഷമം അതുപോലെ തന്നെ നിൽക്കുകയാണ്. അത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പകരം റിയാലിറ്റി നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിന്മേൽ എനിക്ക് എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യം കിട്ടും, അല്ലെങ്കിൽ എന്ത് പാഠങ്ങൾ എനിക്ക് അതിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ആരെങ്കിലുമൊക്കെ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ടാകാം. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാനത്തിൽ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകൂ എന്ന് പറയുന്നവർ. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എപ്പോഴും എങ്ങനെ ചിരിച്ചിരിക്കാൻ കഴിയും? എപ്പോഴും നമുക്ക് എങ്ങനെ സമാധാനത്തോടെ ചിലപ്പോൾ ഇരിക്കാൻ കഴിയുന്നത് വരും? കാരണം നമ്മൾ ലൗകികമായിട്ടുള്ളൊരു ലോകത്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഉള്ള എല്ലാവരുടെയും ഇമോഷൻസ് നമ്മളെ സ്വാധീനിക്കും, അല്ലെ? നമുക്ക് അവരിൽ നിന്ന് വിട്ടു പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവരെ പറിച്ചെറിയുവാൻ കഴിയുമോ? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനിയിപ്പോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ
10 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 100 തരത്തിലുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. അവരുടെ ഇടയിൽ നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടും. ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടിയും വരും. അല്ലെ? എന്ന് കരുതി എന്നാ പിന്നെ ജോബ് ഞാനങ്ങ് റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ എലിയെ പേടിച്ചിട്ട് ഇല്ലം ചുടുക എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും അല്ല കാര്യം. നമ്മുടെ മുൻപിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ രാവിലെ നടക്കാൻ അങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു. ആ സമയത്ത് ഒരു ആക്സിഡന്റ് നമ്മുടെ മുമ്പിൽ കാണേണ്ടി വരികയാണ്. അപ്പൊ ആ ആക്സിഡന്റ് നടക്കുന്ന സമയത്തോ ഇതൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല. ഞാൻ വഴിമാറി പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല. ചിലപ്പോൾ ആ ആക്സിഡന്റിൽ പെട്ട ആ വ്യക്തിയുടെ മുഖം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ മുഖമായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ മനസ്സ്. അല്ലെ? നമ്മുടെ മനസ്സ് അങ്ങനെ തന്നെയാണ്. അപ്പോ എന്ത് നമുക്ക് നമ്മുടെ മുൻപിൽ വരുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്ത് പഠിക്കാം എന്നുള്ളതിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് പോസിറ്റിവിറ്റി. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ബോട്ടില് വെള്ളം ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ബോട്ടിലും ഇതിനകത്ത് നിറച്ചിരിക്കുന്ന വെള്ളവും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലര് പറയുന്നുണ്ട് പകുതി ഗ്ലാസ് പകുതി ബോട്ടിൽ വെള്ളമുണ്ട്. പകുതി ശൂന്യമായി കാണുന്നു. ഓക്കെ, ഇതിപ്പോ ഒരു റിയാലിറ്റിയാണ്, ഒരു സാഹചര്യമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാഹചര്യത്തെ, ഒരു സിറ്റുവേഷനെ കാണിക്കുകയാണ്. എന്താണ്? ഒരു ബോട്ടിൽ വെള്ളം. അപ്പൊ ആ വെള്ളത്തിന്റെ അളവ് കണ്ടിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ പറയുവാൻ കഴിയും. രണ്ട് രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഇതിൽ കൊണ്ടുവരാൻ കഴിയും. ചില ആളുകൾ പറയുന്നു, അയ്യോ ഇതില് പകുതി ബോട്ടിൽ വെള്ളമേ ഉള്ളല്ലോ. ഇനി വേറൊരു രീതിയിൽ പറയാം, ഇതിൽ പകുതി ബോട്ടിൽ വെള്ളമുണ്ട്. അല്ലെ? ആദ്യം പറഞ്ഞത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പകുതി വെള്ളമേ ഉള്ളല്ലോ. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റ് പകുതിയെങ്കിലും ഉണ്ടല്ലോ. അല്ലെ? ഒരേ സാഹചര്യം, ഡിഫറന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ശരിയല്ലേ? ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വന്നേക്കാം. ഇപ്പോ മഴ പെയ്യുന്നു. നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും മഴ പെയ്തത്. ഈ നശിച്ച മഴ. അല്ലെ? ഇന്നത്തെ ദിവസം പോയി എന്ന് ഭൂരിഭാഗം ആൾക്കാരും പറയും. എന്നാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? എന്തായാലും മഴയാണ്. മഴ അവസാനിക്കുന്നത് വരെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. ആ കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് ഫോക്കസ് ചെയ്യും. അവരെന്താണ്? നേരെ അടുത്ത ആക്ഷനിലേക്കാണ് പോകുന്നത്. മഴയാണല്ലോ. എങ്കിൽ ഇന്ന കാര്യം ഒന്ന് ചെയ്തേക്കാം. മഴ തോർന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അല്ലെ? അപ്പൊ ഏതൊരു കാര്യത്തിലും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് നമ്മുടെ ആരുടെയും മിസ്റ്റേക്ക് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങളെ ഒരു 10 പേര് പ്രശംസിക്കുക. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങളെ 10 പേര് നിങ്ങളുടെ ഏതോ ഒരു ആക്ഷൻ കണ്ടിട്ട് അവർ പ്രശംസിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ നിങ്ങളെ വന്ന് ക്രിട്ടിസൈസ് ചെയ്യുക. ഒരാൾ എന്തെന്നില്ലാത്ത ഒരു ക്രിറ്റിസിസം നിങ്ങൾക്ക് നൽകുകയാണ്. അല്ലെങ്കിൽ വലുതായിട്ട് ക്രിട്ടിസൈസ് ചെയ്തില്ലെന്ന് കൂട്ടിക്കോ. കൊള്ളില്ലായിരുന്നു എന്നൊന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. 10 പേര് നിങ്ങളെ നല്ല രീതിയിൽ പ്രശംസിച്ചു. ഒരാള് ചെറുതായിട്ടൊന്ന് ക്രിട്ടിസൈസ് ചെയ്തു. എങ്കിൽ പോലും രാത്രിയിൽ നമ്മൾ ചെന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ 10 പേര് പ്രശംസിച്ചതാണോ? അതോ ഈ ഒരാള് ചെറുതായിട്ടെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തതാണോ? എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. അതെ, അതെ. ക്രിറ്റിസിസം തന്നെയാണ്. അല്ലെ? ക്രിറ്റിസിസം തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാലും അവരെന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞു? അല്ലേ? ഇനിയിപ്പോ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പോലും, നിങ്ങളിപ്പോ ഒരു ഹൗസ് വൈഫ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആഹാരം പാചകം ചെയ്തു. എല്ലാവരും നിങ്ങളെ പ്രശംസിച്ചു. പക്ഷെ ഒരാൾ മാത്രം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ വൈഫ് ആണെന്ന് കൂട്ടിക്കോ. രണ്ടുപേർക്കും പാചകം ചെയ്യാറ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? എന്തുകൊണ്ട് എന്നെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തു? അല്ലെ? വളരെ ലളിതമായിട്ട് ഞാൻ പറയുകയാണ്. ഇതെവിടെ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രൊഫഷനിലാകാം, കരിയറിലാകാം, നമ്മുടെ ഫാമിലി ലൈഫിലാകാം, ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലായിരിക്കാം. എവിടെയെങ്കിലും 10 പേര് നമ്മളെ പ്രശംസിച്ചത് നമ്മൾ പെട്ടെന്ന് അങ്ങ് മറന്നു പോകുന്നു. എന്നാൽ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നു. ഒരാളുടെ ചെറിയൊരു ക്രിറ്റിസിസം കൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു രാത്രിയിൽ നമ്മുടെ ഉറക്കം വരെ നഷ്ടപ്പെട്ടെന്ന് വരും. എന്നാൽ 10 പേര് നമ്മളെ പ്രശംസിച്ചത് ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഇത് ബ്രെയിനിന്റെ ഒരു പ്രത്യേക ഒരു സർവൈവൽ സിസ്റ്റമാണ്. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്
എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു ബ്രെയിനാണ്. അതായത് നമ്മുടെ ആദിമ മനുഷ്യരെ സംബന്ധിച്ച് അവര് കാട്ടിലൊക്കെ ജീവിച്ചവരാണ്. അപ്പൊ ഈ കാട്ടിലൊക്കെ ജീവിച്ച് വരുന്ന സമയത്ത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഏത് സാഹചര്യങ്ങളും, അതായത് 24/7 ഇവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ അലേർട്ടാണ്. എന്താണെന്നറിയോ? ഏത് സാഹചര്യത്തിലും അവർ അപകടത്തെയാണ് കാണുന്നത്. കാരണം അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവർ ഇര പിടിക്കുന്ന സമയത്താകാം, ഏതെങ്കിലും മൃഗങ്ങൾ അവരെ ആക്രമിക്കുമോ, അല്ലെങ്കിൽ ഇനി ഉറങ്ങുന്ന സമയത്താകാം. അന്ന് വലിയ കെട്ടുറപ്പുള്ള വീടുകളൊന്നും ആയിരുന്നില്ല. അവരും അവരുടെ മക്കളും പാർട്ണറുമായിട്ടൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ വലിയ കെട്ടുറപ്പില്ലാത്ത ആം, എന്താ പറയാ, അന്നത്തെ സാഹചര്യങ്ങൾ അറിയാലോ. അങ്ങനെയുള്ള ഒരു പാർപ്പിട സൗകര്യമൊക്കെ ആയിരിക്കും അവർക്കുണ്ടായിരുന്നത്. അപ്പോ അന്യ ഗോത്രക്കാരായിരിക്കാം. അവരൊക്കെ ആക്രമിക്കുക എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. എപ്പോഴും ബ്രെയിൻ ഇങ്ങനെ അലേർട്ടാണ്, അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട്. അല്ലെങ്കിൽ അവർ ഇനിയിപ്പോ ഒരു ട്രാവലിംഗ് നടത്തുകയാണ്. ആ ട്രാവലിംഗ് നടത്തുമ്പോൾ പോലും അവരുടെ ബ്രെയിൻ അലേർട്ടാണ്. എന്തെങ്കിലും ആപത്തുകൾ വരുമോ, അപകടങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ അലേർട്ടായി 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 ബ്രെയിൻ എന്ത് ചെയ്തു? ഒരു രീതിയിൽ അതങ്ങോട്ട് ഇവോൾവ് ചെയ്യപ്പെട്ടു. അതായത് ഏത് സാഹചര്യം കണ്ടാലും അതിലെ അപകടത്തെ മാത്രം ആദ്യം കാണുക. 10 പേര് പ്രശംസിച്ചു, എന്നാൽ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്തു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലെ ആ അപകടത്തെ മാത്രം അല്ലെങ്കിൽ ആ ക്രിറ്റിസിസത്തെ മാത്രം പിക്ക് ചെയ്തെടുക്കുക. ബ്രെയിൻ അതാണ് ചെയ്യുന്നത്. അപ്പോ എപ്പോഴും ബ്രെയിൻ ഒരു സർവൈവൽ ഇൻഫോർമേഷൻ എടുക്കാനാണ് കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ അവരെന്താണ്, അത് കാലം കുറെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിംഗ് നമ്മുടെ ബ്രെയിനിൽ ഇപ്പോഴുമുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് സർവൈവൽ ഇൻഫോർമേഷൻ ആണ് ഏതൊരു സാഹചര്യത്തിൽ നിന്നും എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം മൈൻഡിൽ ഇങ്ങനെ നമ്മൾ അലേർട്ടായി 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 അത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ആ ഒരു പ്രോഗ്രാമിംഗ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കണ്ടേ? എന്തായാലും ഈ ഒരു ട്രാപ്പിൽ നിന്ന് നമുക്ക് പുറത്ത് കടന്നേ പറ്റുകയുള്ളൂ. അതിനുള്ള ഒരു 5 സ്റ്റെപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് പോസിറ്റീവായിട്ടിരിക്കുവാനുള്ള 5 സ്റ്റെപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ്. നമ്മുടെ ബ്രെയിൻ ട്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ബ്രെയിനിനെ നമുക്ക് റീകണ്ടീഷൻ ചെയ്യുവാൻ കഴിയും. അതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിനെ നമുക്ക് റീട്രെയിൻ ചെയ്യിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ റീകണ്ടീഷൻ ചെയ്യിക്കുവാൻ കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ നമുക്ക് ഇന്ന് നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടാകാം, നമ്മളൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുണ്ടാകാം, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു രീതി അനുസരിച്ച് നമുക്ക് കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ടാകാം. ഇതെല്ലാം നമ്മളിലേക്ക് വന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്യപ്പെട്ടതാണ്, അല്ലെ? ഇതാണ് ശരി എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം എന്താ? നമ്മുടെ ബ്രെയിൻ ആ രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ ബ്രെയിനിനെ നമുക്ക് റീട്രെയിൻ ചെയ്യാൻ കഴിയാറില്ലേ? ഇപ്പോൾ അഫർമേഷൻസിലൂടെയും വിഷ്വലൈസേഷൻസിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ബ്രെയിനെ നമുക്ക് റീട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ? എനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും നമുക്ക് പിൽക്കാലത്ത് കഴിയുമെന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കുവാനും അതിനു വേണ്ടുന്ന ആക്ഷൻസ് എടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അപ്പോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ വിശ്വാസങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് കഴിയില്ല എന്നുള്ളത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതിനെ എനിക്ക് കഴിയുമെന്നുള്ള രീതിയിലേക്ക് നമുക്ക് ട്രെയിൻ ചെയ്യിക്കുവാൻ കഴിയും, അതായത് റീട്രെയിൻ ചെയ്യിക്കുവാൻ കഴിയും. അങ്ങനെ എന്ത് കാര്യങ്ങളാണോ നമ്മുടെ ബ്രെയിനിൽ ആവശ്യമില്ലാതെ കിടക്കുന്നത്, എന്തിൽ നിന്നാണോ നമുക്ക് രക്ഷപ്പെടണം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറിയേ പറ്റുകയുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ബ്രെയിനിനെ നമുക്ക് റീട്രെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വരാം. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തോട്ട്സിനെ വിശ്വസിക്കരുത്. എ തോട്ട് ജസ്റ്റ് എ തോട്ട്. ഒരു തോട്ട് എന്ന് പറയുന്നത് വെറും ഒരു തോട്ടാണ്. ഒരു ചിന്ത എന്ന് പറയുന്നത് വെറും ഒരു ചിന്തയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു ചിന്തയ്ക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള അർത്ഥം കൊടുക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാറ്റ് വരുന്നു. ഈ കാറ്റ് ഇങ്ങനെ വന്ന് നമ്മുടെ ആ ഒരു പ്രദേശത്ത് മുഴുവൻ ഇങ്ങനെ ചുറ്റി അടിച്ചിട്ട് അതത് അതിന്റെ പാട്ടിന് പോകും, അല്ലെ? ഇതുപോലെ തന്നെയാണ് ചിന്ത എന്ന് പറയുന്നത്. 50,000 മുതൽ 60,000 ചിന്തകൾ ഒരു ദിവസം ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ കൂടി പാസ് ചെയ്യുന്നു എന്നാണ്. അപ്പൊ അതിൽ ഏതൊക്കെ ചിന്തകൾ നമുക്ക് എടുക്കണം, ഏതൊക്കെ ചിന്തകൾ നമുക്ക് വിട്ടുകളയണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, അല്ലെ? ഒരു ചിന്ത വരുന്നു, ആ ചിന്ത നമ്മളിൽ കുറച്ചു നേരം നിൽക്കുന്നു, അത് അതിന്റെ വഴിക്ക് പോകുന്നു. എന്നാൽ ആ ചിന്തയെ നമ്മൾ അങ്ങോട്ട് എടുത്ത് താരാട്ടുമ്പോഴോ തലോടുമ്പോഴോ അല്ലെങ്കിൽ എടുത്ത് കയ്യിലോട്ട് പിടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാറ്റിങ്ങനെ വീശുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ഇപ്പം വീശണ്ടാന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഉള്ള മണ്ണും പൊടിയെല്ലാം നമ്മുടെ മൂക്കിലും വായിലും കണ്ണിലും ഒക്കെ കയറി നമ്മൾ താഴെ വീഴും. ശരിയല്ലേ? അതിന്റെ പാട്ടിനങ്ങ് വിട്ടാലോ? അത് തെക്കുന്ന് വന്ന് ചിലപ്പോൾ അത് കുറച്ചു നേരം ഇവിടെ ചുഴറ്റി അടിച്ച് അങ്ങ് വടക്കോട്ട് പോകും, അല്ലേ? അല്ലെങ്കിൽ കിഴക്ക് നിന്ന് അടിച്ചു
കുറച്ചു നേരം ചുഴറ്റി അടിച്ചിട്ട് അത് പടിഞ്ഞാറോട്ടേക്ക് ആകിക്കോളും. ഇതുപോലെ തന്നെയാണ് ചിന്തകൾ. നമ്മളാണ് അതിന് അർത്ഥങ്ങൾ നൽകണോ നൽകണ്ടായോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നല്ല ചിന്തകളാണെങ്കിൽ അതിനെ എടുത്ത് താരാട്ട് പാടാം, അല്ലെങ്കിൽ അതിനെ തലോടാം, അല്ലേ? ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ്, ആ ഒരു ചിന്ത വന്നു, അപ്പൊ അതിനെ നമുക്ക് തലോടാം, അല്ലെങ്കിൽ പാമ്പർ ചെയ്യാം. എന്നാൽ ആവശ്യമില്ലാത്ത ചിന്തകളാണെങ്കിൽ അതിന്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്കൊരു വിഷമം നേരിട്ടു. ഉടനെ കരയാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കരയേണ്ടടുത്ത് നിങ്ങൾ കരയുക. ഓക്കെ. ഇന്ന് നിങ്ങൾക്ക് കരയാനാണ് തോന്നിയത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അത് കരഞ്ഞു തീർക്കുക. ഇപ്പൊ കുറച്ച് കരഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നാറില്ലേ, എന്തെന്നില്ലാത്തൊരു ആശ്വാസം കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോ. ശരിയല്ലേ? ആരും കാണാൻ കരയൊന്നും വേണ്ട. മാറിയിരുന്ന് കരഞ്ഞു. അപ്പൊ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അതായത് ഈ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹീലിംഗിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ ഹീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് ഡ്രാഗ് ചെയ്ത് കൊണ്ട് പോകാതിരിക്കുക. ഇന്ന് കഴിഞ്ഞ കാര്യം ഇവിടെ കഴിഞ്ഞു. നാളെ ആകുമ്പോൾ അത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മളിവിടെ അവസാനിക്കുന്നില്ല, അല്ലെ? നമ്മുടെ വാല്യൂ ഒരിക്കലും കുറയുന്നില്ല. ആരോ എന്തോ പറഞ്ഞ് നമുക്ക് വിഷമം തോന്നി നമ്മളത് കരഞ്ഞു. പിന്നെ നാളെയും മറ്റന്നാളും അടുത്ത ആഴ്ച അടുത്ത മാസവും അല്ലേ, എന്നാലും അവൾ അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ, എന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ. നമ്മുടെ വാല്യൂ നമുക്ക് തിരിച്ചറിയാം, അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? എന്ത് ചോദ്യമാണെന്നറിയോ? എന്നാലും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്നാലും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്, സ്വയം ചോദിക്കേണ്ടി വരുന്നത്? കമ്പാരിസൺ. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, നമ്മളിപ്പോ താമസിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, ആ സൊസൈറ്റിയിൽ നമ്മുടെ നെയ്ബേഴ്സിനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ചിന്തിക്കും, എന്നാലും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ഒരിക്കലും നമ്മൾ സ്വയം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ റിലേഷൻഷിപ്പിലുള്ള അവരുടെ ഒരു ഐക്യം കണ്ടിട്ടായിരിക്കാം നമ്മൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ചോദ്യം ഒന്ന് മാറ്റുക. അതായത് ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കുവാനുണ്ട്? ഇതിൽ നിന്ന് എന്ത് പാഠങ്ങളാണ് എനിക്ക് പഠിക്കുവാൻ കഴിയുന്നത്? ഈ ഒരു ചോദ്യം നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കും. ഇപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ ആരെയാണോ കമ്പയർ ചെയ്യുന്നത്, അവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി 2 ദിവസം നമ്മൾ താമസിച്ച് നോക്കണം. കാരണം അവർ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടു തന്നെയാണ് അവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ലൊരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ തലയിൽ ഈ ബിസിനസിന്റേതായിട്ടുള്ള ഭാരമാണ്, അല്ലെ? കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആ ബിസിനസ് താഴേക്ക് പോകാം. സ്റ്റാഫിനെ പരമാവധി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ് താഴേക്ക് പോകാം. നമ്മൾ ആരെയാണോ കമ്പയർ ചെയ്യുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെ? ആ പ്രശ്നങ്ങളുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ആ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ അടുത്ത് പോയി 2 ദിവസം താമസിക്കേണ്ടി വരും. അപ്പോ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കുവാനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രശ്നം, അതിൽ നിന്നാകാം നിങ്ങൾക്കൊരു ഊർജ്ജം ഉണ്ടായി നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെ? ആരെങ്കിലും നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തു, നിങ്ങളെ ഒരു വാല്യൂ ഇല്ലാത്ത വ്യക്തിയായിട്ട് അവർ കാണുകയുണ്ടായി. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സ്പിരിറ്റ് ഉണ്ടായി കാണും, എന്നാ പിന്നെ അത് കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം, അല്ലേ? എന്നാ പിന്നെ ഞാൻ അത് നേടിയിട്ട് തന്നെ കാര്യം, എന്നുള്ള രീതിയിൽ ഒരു ഊർജ്ജം, അതായത് മുൻപോട്ട് പോകുവാനുള്ള ഒരു പ്രചോദനം പലപ്പോഴും നമുക്കുണ്ടാകുന്നത് നമ്മളെ അവഗണിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കുമ്പോഴോ തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കി ഇനി മുതൽ എന്താണ് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ള ചോദ്യം മാറ്റി ഇതിൽ നിന്നും, ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എനിക്ക് എന്ത് പഠിക്കുവാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് എഴുതി തന്നെ ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സേ ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഫോക്കസ് മാറ്റുവാനുള്ള ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറയുന്നത്. അതായത് സംതൃപ്തമായിട്ടുള്ള ഒരു മനസ്സ്, സംതൃപ്തമായിട്ടുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാലോ, മുൻപോട്ട് പോകുവാൻ എന്തെന്നില്ലാത്തൊരു ആവേശമായിരിക്കും. അതായത് ഇത്രയൊക്കെ എനിക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴേക്കും ആ ഉണ്ട് എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോ നന്ദി അർപ്പിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് യുവർ ഐഡന്റിറ്റി. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, എന്തിനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്?
എന്താണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള ദൗത്യം? ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഐഡന്റിറ്റി അവിടെയാണ് നമുക്ക് വെളിവാകുന്നത്. അവിടെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വീക്ക്നെസ്സിനെ കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ സ്ട്രെങ്തിൽ എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത്, എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യം നിരന്തരമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് നമുക്ക് വെളിവാകും. അതൊരു ഒരു ഒരു പ്രാവശ്യം ഒന്ന് ചിന്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചത് കൊണ്ടോ ചിലപ്പോൾ കിട്ടണമെന്നില്ല. കുറച്ച് ദിവസങ്ങളെങ്കിലും നമ്മൾ ഇത് സ്വയം ചോദിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മളോട് തന്നെ ചോദിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്റെ ഐഡന്റിറ്റി, ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജനിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാകും. ഇപ്പൊ ഇവിടെ ഈ ഐഡന്റിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഒരു 0 മുതൽ 10 വരെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. 0-യിലാണോ, 1-ലാണോ, 2-ലാണോ, 5-ലാണോ, അതോ 10-ലാണോ? 0-യിൽ നിൽക്കുകയാണെന്ന് കൂട്ടിക്കോ, നമ്മൾ ചിന്തിക്കുന്നത് ഈ ടോപ്പ് ലെവലാണ് അല്ലെ, നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിന് താഴെയുള്ള എല്ലാ പ്രശ്നങ്ങളും എന്താണ് നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഫീൽ ചെയ്യും. അതായത് ഈ അമാനുഷികരായിട്ടുള്ള ആളുകൾ ഇപ്പം ഈ പല സിനിമകളിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ടല്ലോ. അവരുടെ അടുത്തേക്ക് ഇനി മിസൈൽ വിട്ടാലും വെടിവെച്ചാലും അല്ലെങ്കിൽ അമ്പുകൾ തൊടുത്തു വിട്ടാലും അത് അവരുടെ ദേഹത്ത് വന്ന് ടച്ച് ചെയ്ത് അത് ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ അത് നശിച്ചു പോവുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഇതുപോലൊരു അതിമാനുഷികത നമുക്കുണ്ടാകും. എങ്ങനെ? നമ്മൾ ഈ ഒരു ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് താഴെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്കൊരു അശ്വ പോലെ ആയിരിക്കും അല്ലെ? എന്നാൽ ഇവിടെ നിൽക്കുമ്പോഴോ, 0-യിൽ നിൽക്കുമ്പോഴോ, ഈ പ്രശ്നങ്ങളെല്ലാം മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മളെ താഴേക്ക് ചവിട്ടി താഴ്ത്തി പോകുന്നത് പോലെ ആയിരിക്കും അല്ലെ? നമ്മളിപ്പോ 5-ൽ നിൽക്കുമ്പോഴോ 5-ന് താഴെയുള്ളതെല്ലാം വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. എന്നാൽ 5-ന് മുകളിലോട്ട് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. അപ്പോ നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച്, നമ്മുടെ ലൈഫ് പർപ്പസ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ താഴെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. ഒന്നുമില്ലെങ്കിലും നമുക്ക് അതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങളെ നമുക്ക് കാണുന്നില്ല, കാരണം നമ്മുടെ ഐഡന്റിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിന് താഴെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ കണ്ണിൽ പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അതിനെ നമുക്ക് നല്ല രീതിയിൽ ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ പോസിറ്റീവായിട്ടിരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തോട്ടിനെ തോട്ടായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. 2 എന്ന് പറയുന്നത് അക്സെപ്റ്റ് യുവർ ഇമോഷൻസ്. ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുക, ഒരിക്കലും അതിനെ സപ്രസ് ചെയ്യാതിരിക്കുക. 3 എന്ന് പറയുന്നത് ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്ത് ചോദ്യമാണ്? എന്ത് സിറ്റുവേഷനിൽ നിന്നും എന്താണ് എനിക്ക് പഠിക്കുവാൻ കഴിയുന്നത്? 4 എന്ന് പറയുന്നത് സംതൃപ്തമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടുക. അതായത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴുള്ള നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണോ അതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിലൂടെ, ഇൻഫോർമേഷൻസിലൂടെ, മോറൽ വാല്യൂസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതായത് ചിറക് വിരിച്ച് നിങ്ങൾക്ക് പറക്കുവാൻ, മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാകാത്ത രീതിയിൽ ചിറക് വിരിച്ച് പറക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ലോകത്തിന് നന്മ ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഐഡന്റിറ്റി നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 5 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക്, അതായത് എന്ത് സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നോ അതിലെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക. അങ്ങനെ മാത്രമേ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അത് മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എപ്പോഴും പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ ജീവിക്കുമ്പോൾ പല സിറ്റുവേഷൻസിലൂടെ പോകേണ്ടതായിട്ട് വരും. അതിലെ പോസിറ്റിവിറ്റി കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അവിടെയാണ് നമുക്ക് എപ്പോഴും എന്താണ് പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് പോകുവാൻ കഴിയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്.